അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണം അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന് ഇറാൻ. വെടിനിർത്തൽ ധാരണ തുടരാൻ സമ്മതിച്ചെന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുമെന്ന സൂചനയുമായി ഇറാൻ. 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവ് നീട്ടാൻ ഇറാൻ സമ്മതിച്ചതായുള്ള റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ടാണ് പ്രതികരണം. ഹോർമുസിലെ കപ്പൽ ഗതാഗതം പ്രതിസന്ധിയായി തുടരുകയാണ്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കടലിടുക്ക് വീണ്ടും തുറക്കാൻ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ ജൂലൈയിൽ വീണ്ടും പോരാട്ടം തുടങ്ങിയതോടെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന പ്രധാന ജലപാതയാണ് ഹോർമുസ്. സുരക്ഷിതമായ സഞ്ചാരം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഒമാനുമായി ചർച്ചകൾ തുടരുകയാണ്. സുരക്ഷിതമായ സഞ്ചാരത്തിന് അനുമതി നൽകുന്നത് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുന്നതിന് തുല്യമല്ലെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഹോർമുസിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത്. മിസൈൽ ആക്രമണം ഭയന്നാണ് നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് വിമാനം മാറിക്കയറിയതെന്ന് ഇറാൻ ആരോപിക്കുന്നു. തുർക്കിയിൽ നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് താമസിച്ചിരുന്നത് കെട്ടിടത്തിന്റെ ഏതു നിലയിലാണെന്ന് വരെ ഇറാൻ അറിയാമായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. നിലവിൽ ട്രംപിന്റെ ഭരണം അവസാനിക്കുന്നവരെ യുദ്ധം തുടരുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. അതിനിടെ അമേരിക്കയും ഇറാനെയും ചർച്ചകളിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.